എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ദൈവജനമേ, ഇന്ന് സങ്കീർത്തന ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. പിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് നന്ദി. ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് മാത്രം, എന്നും എന്നേക്കും. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമില്ല. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവെ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ട് തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. പ്രിയ സഹോദര സഹോദരി, സങ്കീർത്തനം 3-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത് ഭയചകിതനായ ദാവീദ് രാജാവ് തൻ്റെ മകനായ അബ്സലോമിനെ പേടിച്ച് ഒളിവിൽ താമസിക്കുവാൻ പലായനം ചെയ്യുന്നതിനെ പറ്റിയാണ്. ദാവീദിൻ്റെ മനോരോധനവും ദൈവത്തെ ഒട്ടും തന്നെ കൈവിടാതെ വിശ്വാസ തീഷ്ണതയോടുകൂടി സർവശക്തനായ അവിടുത്തെ പക്കൽ അവൻ അഭയം പ്രാപിക്കുന്നത് നാം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഇങ്ങനെ ഒരാളുടെ ദുഃഖവും അവൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ യുദ്ധവുമാണ് ദൈവസന്നിധിയിൽ ശക്തിയായി പലപ്പോഴും പ്രതിഫലിക്കുന്നത്. പഴയകാല പണ്ഡിതരുടെ പഠനത്തിൽ നിന്നുള്ള അറിവുകൾ സൂചിപ്പിക്കുന്നത് ദൈവം നമ്മിൽ പൂർണ്ണമായി ഇടപെടുന്ന അവസ്ഥ. ദൈവം നമ്മുടെ നിലവിളികളോട് പ്രതികരിക്കുന്നത് സ്വന്തം വിശുദ്ധിയുടെ, നമ്മളുടെ വിശുദ്ധിയുടെ ആഴത്തിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. നമ്മുടെ ആഹ്വാനങ്ങൾ ദൈവം കേൾക്കാത്തതല്ല. കാരണം പിതാവായ ദൈവം എപ്പോഴും ഉത്തരം നൽകുന്ന ദൈവമാണ്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മെ ഇപ്പോൾ അവിടുന്ന് നാമായിട്ട് തന്നെ അകറ്റിയിരിക്കുന്നത്. അവിടുത്തെ കാതുകൾക്ക് യാതൊരുവിധ മാന്യവും സംഭവിച്ചിട്ടില്ല കേൾക്കുവാൻ. നമ്മളുടെ പാപങ്ങളാണ് ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, കാരണം ഞങ്ങൾ കരുണയുടെ കരം പിടിച്ചവരാണ് എന്ന ദാവീദ് രാജാവിൻ്റെ വരികൾ സ്തോത്രവും ആശ്വാസവും ഒരേ സമയത്ത് പ്രതിഫലിപ്പിക്കുന്നു. രക്ഷയുള്ളത് യഹോവയിലൂടെയാണ്, വിശ്വസ്തതയുടെ ദൈവത്തിൽ നിന്നാണ്. അന്ത്യകാലത്ത്, അതായത് ഇപ്പോൾ, ഈ വചനങ്ങൾ അത്യധികം പ്രസക്തി അർഹിക്കുന്നു. യുദ്ധങ്ങളുടെയും ഇരുണ്ട കുഴികളുടെയും ഇടയിലും ഓരോ വിശ്വാസിയുടെയും ഒരേ ഒരു പ്രതീക്ഷയും അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദൈവം തീർച്ചയായും എഴുന്നേൽക്കും, കാരണം അവൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ രക്ഷയാകും. ശത്രുക്കളുടെ നടുവിൽ, എല്ലാവിധമായ പ്രശ്നങ്ങളുടെയും ഒത്ത നടുവിൽ പെടാപ്പാട് പെട്ടിട്ടും പൂർണ്ണമായ ദൈവാശ്രയ ബോധത്തിൽ സുഖമായി കിടന്നുറങ്ങുന്ന ദാവീദ് രാജാവിനെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കും പ്രാവർത്തികമാക്കാം. എന്തൊക്കെ ക്ലേശങ്ങളുണ്ടായാലും, കടമായിക്കൊള്ളട്ടെ, ജോലിയില്ലായ്മ ആകട്ടെ, തീരാ വ്യാധിയാവട്ടെ, ശാരീരിക മനക്ലേശങ്ങളാവട്ടെ, നഷ്ടബോധമോ ദാരിദ്ര്യമോ ആവട്ടെ, ഒരു കുഞ്ഞിൻ്റെ
ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക മനസ്സോടെ, പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ ബോധ്യത്തോടെ നമ്മുടെ സൃഷ്ടാവായ സ്വർഗത്തിലെ അപ്പൻ്റെ കൈപിടിക്കാം. അവിടുന്ന് ആ പിടി വിടില്ല.